ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പിയാണ് പർദ്ദ ബിരിയാണി. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത് തന്നെയാണ് പർദ്ദ ബിരിയാണി. പർദ്ദ എന്ന് പറഞ്ഞാൽ കർട്ടൻ എന്നാണ് അർത്ഥം. അപ്പൊ ഒരു കർട്ടൻ പോലെ ഇതിനെ കവർ ചെയ്ത് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പർദ്ദ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന്റെ മുന്നേ ആയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ട പർദ്ദയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. സാധാ പഞ്ചസാര ആയാലും കുഴപ്പമില്ല. 1.5 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ ഇത്തിരി ലൂസും വേണം. അങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഇതിന് റൈസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് 1/2 കിലോയാണ് ഞാനിപ്പോൾ എടുത്തത്. ഇത് നന്നായിട്ട് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അടുത്തതായിട്ട് ചിക്കൻ മാരിനേഷനിലോട്ട് പോവാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നാടൻ ചിക്കനാണ്. അപ്പം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 കപ്പ് തൈര്, ഇത്രയും എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നേരത്തെ തന്നെ ആഡ് ചെയ്യാം, ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. അപ്പൊ ഇതൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ, സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് സവാള വറുത്തെടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ 4 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഒരുപാട് ഇഷ്ടമില്ലാത്തവർ കുറച്ചെടുത്താലും മതി. ഇത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ നൈസായിട്ടാണ് അരിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടുമായിരുന്നു. ഞാൻ കുറച്ച് കട്ടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്തിരി നല്ലോണം ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യാനുള്ളത്. ഇപ്പൊ കളറൊക്കെ മാറി വരുന്നുണ്ട്, ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിനെ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് അരി വേവിക്കാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അടുപ്പിൽ വെക്കാം. തോനെ വെള്ളം വെക്കാം. നമ്മൾ അരി ഊറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം വെച്ച് തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഈ വെള്ളത്തിലോട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ഇങ്ങനെയുള്ള സ്പൈസസ് എല്ലാം ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഉപ്പ് അത്യാവശ്യം ഇടാം, കാര്യം ഊറ്റിയല്ലേ ചോറ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ലോണം ഉപ്പ് വേണം, എങ്കിലേ ചോറിലേക്കൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നേരത്തെ അരമണിക്കൂർ ആയപ്പോൾ ഞാൻ അരി ഊറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 1/4 വേവായി കിട്ടിയാൽ മതി. അപ്പൊ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പൊ ചോറ് കറക്റ്റ് 1/4 വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ വെന്ത് കിട്ടിക്കോളും. ഇപ്പൊ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇനി അതിന്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. ഇപ്പൊ ഞാനൊരു ചെറിയ സവാളയും ഒരു ചെറിയ പകുതി തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഓയിൽ ഒഴിച്ച് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ചിക്കനും കൂടെ ഇതിലോട്ട് ചേർക്കുകയാണ്. അപ്പൊ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നമ്മൾ നേരത്തെ ചേർത്തതാണ് പേസ്റ്റ് ആക്കിയിട്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും ചേർക്കണ്ട. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വിസിൽ വരുത്തിയെടുക്കാം. ഞാനിപ്പോൾ നാടൻ ചിക്കൻ എടുത്തുകൊണ്ട് ഞാനൊരു 5-6 വിസിലൊക്കെ വരുത്തുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊരു 4-5 വിസിലും വരുത്താം. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിൽ ഒഴിക്കുന്നുണ്ട്. അത് നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ്. പിന്നെ തൈരൊക്കെ ഒഴിച്ച് വെച്ചുകൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആണോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ബ്രോയിലർ ചിക്കൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പോൾ കുക്കറിൽ ഒരു 1-2 വിസിൽ വരുത്തിയാൽ മതി, അപ്പോഴേ വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കറും തുറന്നു നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ ഇത്തിരി വെള്ളം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ബ്രോയിലർ ആണെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കണ്ട. നാടനാവുമ്പോൾ വെന്ത് കിട്ടാൻ പാടായോണ്ടാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇതൊന്ന് വറ്റി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
ബിരിയാണിയിലേക്ക് അത്ര ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ, നമ്മൾ ദമ്മിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഗ്രേവി ഒഴിച്ചു കഴിഞ്ഞാൽ അത് ലൂസായി പോകും. ഇനി ഇതിലോട്ട് ഇത്തിരി മല്ലിയിലയും പുതിന ഇലയും കൂടെ അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ കുഴച്ച് വെച്ച മാവ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഒരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷമാണ് പരത്തിയെടുക്കുന്നത്. ഇത് നന്നായിട്ട് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കണം. നമ്മൾ ആ ഒരു ബൗളിനകത്ത് സെറ്റ് ചെയ്യാൻ പോകണം, അപ്പോൾ വലുതായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഈ ബൗളിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ബൗളിനകത്ത് നന്നായിട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യണം എല്ലാ ഭാഗത്തും. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കണം. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ്, ഇത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ മാവിനെ നമ്മൾ ആ ബൗളിനകത്തോട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ താഴ്ത്തി എല്ലാ ഭാഗത്തും നന്നായിട്ട് കവർ ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പ്രസ് ചെയ്ത് കൊടുത്ത് അടിവശവും ഒക്കെ നന്നായിട്ട് അതിനകത്തോട്ടാക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ദമ്മിടാൻ പോവാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. റൈസ് ഒന്ന് നന്നായിട്ട് ഒന്ന് നിരത്തി വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലയും പുതിന ഇലയും നേരത്തെ വറുത്ത് വെച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചിക്കൻ നമ്മൾ റെഡിയാക്കി എടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം, ഓരോ ലെയറായിട്ട്. ഇതുപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ലെയറും വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതാണ് പർദ്ദ കവർ ചെയ്യണത്. അപ്പം അതിനു മുമ്പേ ആയിട്ട് ഈ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ കവർ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. സ്റ്റവിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിത് ഒരു വലിയ പാൻ തന്നെയാണ് എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു റാക്കും വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. അതായത് ഒരു 10 മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെക്കണം. അങ്ങനെ പ്രീഹീറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ പർദ്ദ സെറ്റ് ചെയ്ത ഈ ബിരിയാണി ഇതിനകത്തോട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഗ്ലാസിന്റെ ബൗൾ തന്നെ എടുക്കണമെന്നില്ല, സ്റ്റീൽ ബൗൾ ആയാലും മതി. ഞാൻ ഈ ഒരു ഷേപ്പ് കിട്ടാനാണ് ഇപ്പോൾ ഈ ഗ്ലാസ് ബൗൾ എടുത്തത്. ഗ്ലാസ് ബൗൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാതെയൊക്കെ സൂക്ഷിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ പുറത്തോട്ട് ഇറക്കി വെക്കാവൂ, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളെ പർദ്ദ ബിരിയാണിയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയാണ് എടുക്കേണ്ടത്. ഇനി പതുക്കെ ഈ ബൗള് ഒന്ന് ഇതിന്നെടുത്ത് മാറ്റണം. ഇപ്പം ഞാൻ ബൗളൊക്കെ മാറ്റിയിട്ടുണ്ട്. ബൗള് കിട്ടാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ മൈദ സൈഡിൽ ഒട്ടിപ്പിടിച്ചത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൈഫ് വെച്ച് ഒന്നിങ്ങനെ വിടിയിച്ച് കൊടുത്താൽ മതി, അപ്പം കിട്ടും പെട്ടെന്ന്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ ബിരിയാണിയൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇരിക്കുകയാണോ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ ഇതിനകത്തുനിന്ന്. നല്ല അതിനകത്ത് ആവിയൊക്കെ നിന്നിട്ടുള്ള ആ ഒരു മണം. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റോട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന ഫില്ലിങ്ങും ഒക്കെ ചെയ്യാം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാനാണ് ഇങ്ങനത്തെയൊക്കെ റെസിപ്പി എടുക്കുന്നത്. അപ്പോൾ സാധാരണ ദം ബിരിയാണി ഒക്കെ ഇതിൽ ഈ പർദ്ദ സെറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന എല്ലാ അരിയും ഇതിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്